നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പരിചയപ്പെട്ടത് കായികവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് ഹോക്കിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഹോക്കി ഗ്രൗണ്ടിന്റെ നീളം 91.4 മീറ്റർ. ഹോക്കി ഗ്രൗണ്ടിന്റെ നീളം 91.4 മീറ്റർ. ഹോക്കി ഗ്രൗണ്ടിന്റെ വീതി 54.8 മീറ്റർ. ഹോക്കി ഗ്രൗണ്ടിന്റെ വീതി 54.8 മീറ്റർ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടത് ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടത് ധ്യാൻചന്ദ്. ഹോക്കി മത്സരത്തിന്റെ ദൈർഘ്യം 70 മിനിറ്റ്. ഹോക്കി മത്സരത്തിന്റെ ദൈർഘ്യം 70 മിനിറ്റ്. ഹോക്കി സ്റ്റിക്കിന് അനുവദനീയമായ പരമാവധി ഭാരം എത്ര ഗ്രാമാണ്? 737 ഗ്രാം. ഹോക്കി സ്റ്റിക്കിന് അനുവദനീയമായ പരമാവധി ഭാരം 737 ഗ്രാം ആണ്. ടേബിൾ ടെന്നീസിന്റെ ടേബിളിന്റെ നീളം 9 അടി. ടേബിൾ ടെന്നീസിന്റെ ടേബിളിന്റെ നീളം 9 അടി. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ, സ്പെയിനിലാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം സ്പെയിനിലെ ബാർസിലോണ. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. BBC ഹോക്കിയിലെ മുഹമ്മദ് അലി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ധ്യാൻചന്ദ്. BBC ഹോക്കിയിലെ മുഹമ്മദ് അലി എന്ന് വിശേഷിപ്പിച്ചത് ധ്യാൻചന്ദിനെയാണ്. ബീഗം റസൂൽ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ട ദേശീയ വനിതാ കപ്പാണ്? ഹോക്കി. ബീഗം റസൂൽ ട്രോഫി ഹോക്കിയുമായി ബന്ധപ്പെട്ട ദേശീയ വനിതാ കപ്പ് ആണ്. പ്രഥമ ഫൈവ്സ് ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിലെ ജേതാക്കൾ ഇന്ത്യ. പ്രഥമ ഫൈവ്സ് ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിലെ ജേതാക്കളാരെ? ഇന്ത്യ. 3 പ്രാവശ്യം ലോകകപ്പ് ജേതാക്കളായതിനെ തുടർന്ന് യൂൾ റിമേ കപ്പ് സ്വന്തമാക്കിയ ടീം ബ്രസീൽ. 3 പ്രാവശ്യം ലോകകപ്പ് ജേതാക്കളായതിനെ തുടർന്ന് യൂൾ റിമേ കപ്പ് സ്വന്തമാക്കിയ ടീം ബ്രസീൽ. യൂൾ റിമേ കപ്പ് ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ബ്രസീലിലെ മറാക്കാന സ്റ്റേഡിയം. യൂൾ റിമേ കപ്പ് ഇപ്പോൾ ബ്രസീലിലെ മറാക്കാന സ്റ്റേഡിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആദ്യമായി ലോകകപ്പ് ഹോക്കി നടന്ന വർഷം 1971. ആദ്യമായി ലോകകപ്പ് ഹോക്കി നടന്ന വർഷം 1971. ആദ്യത്തെ ഹോക്കി ലോകകപ്പിന്റെ വേദി ബാഴ്സലോണ. ആദ്യത്തെ ഹോക്കി ലോകകപ്പിന്റെ വേദി സ്പെയിനിലെ ബാഴ്സലോണ. ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവ് പാകിസ്ഥാൻ. ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവ് പാകിസ്ഥാൻ. ഇന്ത്യൻ ഹോക്കിയുടെ മെക്ക സെൻസാർപൂർ. ഇന്ത്യൻ ഹോക്കിയുടെ മെക്ക സെൻസാർപൂർ. ഇന്ത്യയിൽ ആദ്യമായി ഹോക്കി ലോകകപ്പ് നടന്ന വർഷം 1982 മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഹോക്കി ലോകകപ്പ് നടന്നത് 1982 മുംബൈയിൽ. ഏത് കായിക ഇനത്തിലെ ഇന്ത്യയുടെ ദേശീയ പുരുഷ ടീമാണ് മെൻ ഇൻ ബ്ലൂ എന്നറിയപ്പെടുന്നത്? ഹോക്കി. ഹോക്കി കായിക ഇനത്തിലെ ഇന്ത്യയുടെ ദേശീയ പുരുഷ ടീമാണ് മെൻ ഇൻ ബ്ലൂ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നമുക്ക് ടെന്നീസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം. ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവറിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരമാണ് സാനിയ മിർസ. ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവറിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം സാനിയ മിർസ. വിംബിൾഡൺ ജേതാവായ ആദ്യത്തെ കറുത്ത വർഗക്കാരൻ ആർതർ ആഷ്. വിംബിൾഡൺ ജേതാവായ ആദ്യത്തെ കറുത്ത വർഗക്കാരൻ ആർതർ ആഷ്.
കലണ്ടർ ഇയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. കലണ്ടർ ഇയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ടെന്നീസ് താരം റോജർ ഫെഡറർ ഏതു രാജ്യക്കാരനാണ്? സ്വിറ്റ്സർലൻഡ്. ടെന്നീസ് താരം റോജർ ഫെഡറർ സ്വിറ്റ്സർലൻഡുകാരനാണ്. ഫ്ലഷിംഗ് മെഡോസിൽ നടക്കുന്ന ടെന്നീസ് മത്സരം US ഓപ്പൺ. ഫ്ലഷിംഗ് മെഡോസിൽ നടക്കുന്ന ടെന്നീസ് മത്സരം US ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിന്റെ പേര് റോളണ്ട് ഗാരോ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിന്റെ പേര് റോളണ്ട് ഗാരോ. ഫ്രഞ്ച് ഓപ്പൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ലിയാണ്ടർ പയസ്. 1990-ൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ലിയാണ്ടർ പയസ്. വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. വിംബിൾഡൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കളിമൺ കോർട്ടിൽ നടക്കുന്ന ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്ന ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഫ്രഞ്ച് ഓപ്പൺ. ടെന്നീസ് ബോളിന്റെ ഭാരം 57 ഗ്രാം. ടെന്നീസ് ബോളിന്റെ ഭാരം 57 ഗ്രാം. പുൽകോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വിംബിൾഡൺ. പുൽകോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വിംബിൾഡൺ. ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ താരം മാർഗരറ്റ് കോർട്ട്. ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ 24 സ്വന്തമാക്കിയ താരം മാർഗരറ്റ് കോർട്ട്. 23 കിരീടം നേടിയ സെറീന വില്യംസ് ആണ് രണ്ടാം സ്ഥാനത്ത്. 23 കിരീടം നേടിയ സെറീന വില്യംസ് ആണ് രണ്ടാം സ്ഥാനത്ത്. ഓപ്പൺ യുഗത്തിൽ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ താരം സെറീന വില്യംസ്. ഓപ്പൺ യുഗത്തിൽ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ താരം സെറീന വില്യംസ്. കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ ആദ്യ ടെന്നീസ് താരം ഡോൺ ബഡ്ജ്. വർഷം 1938. കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ ആദ്യ ടെന്നീസ് താരം ഡോൺ ബഡ്ജ്. വർഷം 1938. ഒരു കലണ്ടർ വർഷത്തിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ഏക വനിത സ്റ്റെഫി ഗ്രാഫ്. വർഷം 1988. ഒരു കലണ്ടർ വർഷത്തിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ഏക വനിത സ്റ്റെഫി ഗ്രാഫ്. വർഷം 1988. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന നഗരം മെൽബൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന നഗരം മെൽബൺ. വിംബിൾഡൺ ടൂർണമെന്റിന് തുടക്കം കുറിച്ച വർഷം 1877. വിംബിൾഡൺ ടൂർണമെന്റിന് തുടക്കം കുറിച്ച വർഷം 1877. കരിയർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ രണ്ടാമത്തെ ടെന്നീസ് താരം റഫേൽ നദാൽ. വർഷം 2008. കരിയർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ രണ്ടാമത്തെ ടെന്നീസ് താരം റഫേൽ നദാൽ. വർഷം 2008. ഖേൽ രത്ന നേടിയ ആദ്യ ടെന്നീസ് താരം ലിയാണ്ടർ പെയ്സ്. ഖേൽ രത്ന നേടിയ ആദ്യ ടെന്നീസ് താരം ലിയാണ്ടർ പെയ്സ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്ന ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്ന ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസിൽ 40-40 എന്ന പോയിന്റ് നിലയ്ക്ക് പറയുന്ന പേര് ഡ്യൂസ്. ടെന്നീസിൽ 40-40 എന്ന പോയിന്റ് നിലയ്ക്ക് പറയുന്ന പേരാണ് ഡ്യൂസ്. ടെന്നീസിന്റെ ജന്മനാട് ഫ്രാൻസ്. ടെന്നീസിന്റെ ജന്മനാട് ഫ്രാൻസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി വിംബിൾഡൺ ടൂർണമെന്റ് ഉപേക്ഷിച്ച വർഷം 2020. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി വിംബിൾഡൺ ടൂർണമെന്റ് ഉപേക്ഷിച്ച വർഷം 2020. വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ലണ്ടൻ. വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ലണ്ടൻ. വിംബിൾഡണിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ സർദാർ നിഹൽ സിംഗ്. വിംബിൾഡണിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ സർദാർ നിഹൽ സിംഗ്. കരിയർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ ആദ്യ ടെന്നീസ് താരം ആന്ദ്രേ അഗാസി. വർഷം 1996. കരിയർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ ആദ്യ ടെന്നീസ് താരം ആന്ദ്രേ അഗാസി. വർഷം 1996.
അടുത്തത് നമുക്ക് വോളിബോളിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം. മിൻഡോ നെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദമാണ് വോളിബോൾ. മിൻഡോ നെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദമാണ് വോളിബോൾ. ഏത് രാജ്യത്താണ് വോളിബോൾ പിറവിക്കൊണ്ടത്? USA. USA-യിലാണ് വോളിബോൾ പിറവിക്കൊണ്ടത്. ഒരു വോളിബോൾ കോർട്ടിൽ ഇരു ടീമിലായി എത്ര കളിക്കാരുണ്ടാകും? 12. ഒരു വോളിബോൾ കോർട്ടിൽ ഇരു ടീമിലായി 12 കളിക്കാർ ഉണ്ടാകും. വോളിബോൾ ആദ്യമായി കളിച്ച വർഷം 1895. വോളിബോൾ ആദ്യമായി കളിച്ച വർഷം 1895. വോളിബോൾ കോർട്ടിന്റെ നീളം 18 മീറ്റർ. വോളിബോൾ കോർട്ടിന്റെ നീളം 18 മീറ്റർ ആണ്. വോളിബോളിന്റെ ഉപജ്ഞാതാവ് വില്യം ജി മോർഗൻ. വോളിബോളിന്റെ ഉപജ്ഞാതാവ് വില്യം ജി മോർഗൻ. ഏത് വർഷം മുതലാണ് വോളിബോൾ ഒളിമ്പിക്സിൽ? ഏത് വർഷം മുതലാണ് വോളിബോൾ ഒളിമ്പിക്സിൽ മത്സര ഇനമായത്? 1964. 1964 മുതലാണ് വോളിബോൾ ഒളിമ്പിക്സിൽ മത്സര ഇനമായത്. വോളിബോൾ വലയുടെ ഉയരം പുരുഷന്മാർക്ക് 2.43 മീറ്റർ ആണ്. വോളിബോൾ വലയുടെ ഉയരം പുരുഷന്മാർക്ക് 2.43 മീറ്റർ ആണ്. വോളിബോൾ വലയുടെ ഉയരം സ്ത്രീകൾക്ക് 2.24 മീറ്റർ ആണ്. വോളിബോൾ വലയുടെ ഉയരം സ്ത്രീകൾക്ക് 2.24 മീറ്റർ ആണ്. വോളിബോൾ കോർട്ടിന്റെ വീതി 9 മീറ്റർ ആണ്. വോളിബോൾ കോർട്ടിന്റെ വീതി 9 മീറ്റർ ആണ്. വോളിബോളിൽ ഒരു സെറ്റ് ജയിക്കാൻ വേണ്ട പോയിന്റുകൾ 15. വോളിബോളിൽ ഒരു സെറ്റ് ജയിക്കാൻ വേണ്ട പോയിന്റുകളുടെ എണ്ണം 15. അടുത്തത് നമുക്ക് കായിക രംഗത്തെ അപരനാമങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈ. ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്നറിയപ്പെടുന്നത് ആര്? സൗരവ് ഗാംഗുലി. ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്നറിയപ്പെടുന്നത് ആര്? സൗരവ് ഗാംഗുലി. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം നദിയ കൊമനേച്ചി. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം നദിയ കൊമനേച്ചി. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത് ഡോൺ ബ്രാഡ്മാൻ. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത് ഡോൺ ബ്രാഡ്മാൻ. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൺ. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൺ. ഹരിയാന ഹരിക്കേൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റർ കപിൽ ദേവ്. ഹരിയാന ഹരിക്കേൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റർ കപിൽ ദേവ്. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. നീലക്കടുവകൾ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ ദേശീയ ഫുട്ബോൾ ടീമാണ്? ഇന്ത്യ. നീലക്കടുവകൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിനെയാണ്. പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ്. പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. കളികളുടെ രാജാവ് കുതിരപ്പന്തയം. കളികളുടെ രാജാവ് കുതിരപ്പന്തയം. ടൈഗർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെട്ടിരുന്നത് മൻസൂർ അലിഖാൻ പട്ടോഡി. ടൈഗർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെട്ടിരുന്നത് മൻസൂർ അലിഖാൻ പട്ടോഡി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം IM വിജയൻ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം IM വിജയൻ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കായിക താരം സൈന നെഹ്വാൾ. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കായിക താരം സൈന നെഹ്വാൾ. ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന കായിക താരം മൈക്കൽ ഫെൽപ്സ്. പറക്കും ഫിൻ, ഫാൻഡം ഫിൻ എന്നറിയപ്പെടുന്ന പാവോ നൂർമി എന്ന അത്ലറ്റിന്റെ സ്വദേശം ഫിൻലാൻഡ്. പറക്കും ഫിൻ, ഫാൻഡം ഫിൻ എന്നറിയപ്പെടുന്ന പാവോ നൂർമിയുടെ സ്വദേശം ഫിൻലാൻഡ്. എബണി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ജെസ്സി ഓവൻസ്. എബണി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ജെസ്സി ഓവൻസ്. ഫുട്ബോളിലെ കറുത്ത മുത്ത് പെലെ. ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെ.
ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഷൊയ്ബ് അക്തർ. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഷൊയ്ബ് അക്തർ. മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മേരി കോം. മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മേരി കോം. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരൻ റാഫേൽ നദാൽ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരൻ റാഫേൽ നദാൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കായിക രംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളെല്ലാം പഠിച്ചു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.